ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അത് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇളനീര് വെച്ചിട്ടുള്ള പുഡിങ്ങാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ഇളനീരിൻ്റെ ആ കമ്പൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇളനീരിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 7 ഇളനീര് അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ചൈന ഗ്രാസ് ഉണ്ട്, മിൽക്ക് മെയ്ഡ് ഉണ്ട്, നമ്മുടെ പാലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇളനീരിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ളത് കുറച്ച് ഇളനീർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളനീർ വെള്ളം അത്രയ്ക്ക് കണ്ട് മധുരമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. തിളക്കൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചൂടാക്കി എടുക്കുക. ആ സമയം കൊണ്ട് തന്നെ ഞാൻ ചുടുവെള്ളത്തിൽ ചൈന ഗ്രാസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്നിങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇളനീർ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചുടുവെള്ളത്തിൽ തന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചൈന ഗ്രാസ് ഇടുമ്പോൾ അതിൻ്റെ ആ ചൂടും നമ്മുടെ ഇളനീർ വെള്ളത്തിൻ്റെ ചൂടും ഏകദേശം ഒരേപോലെ ആവണം കേട്ടോ. ആ സമയത്താണ് നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇളനീർ വെള്ളത്തിൽ മെൽറ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുഡിംഗ് ട്രേയിൽ. ഇനി അതൊന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാം. ആ സമയം കൊണ്ട് തന്നെ പാലൊഴിച്ചിട്ട് ഞാൻ ഇളനീരിൻ്റെ ആ പൾപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒന്ന് ലൂസ് ആക്കി എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ഒന്ന് പാൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണ് മധുരം വേണ്ടി അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. ഞാനിവിടെ ഏകദേശം ഒരു അരക്കപ്പ് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വേറെ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇത് നല്ല രീതിയിൽ തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നല്ല കട്ടിയിലാട്ടോ ഇരിക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. പാൽ തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കട്ടിയിലാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഈ ജ്യൂസ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് തിളക്കൊന്നും വേണ്ട കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ ഇളനീരിൻ്റെ ആ ജ്യൂസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വേറൊരു ട്രേയിലോട്ട് മാറ്റാം. ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചൈന ഗ്രാസൊക്കെ നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇളനീരിൻ്റെ ജ്യൂസിൻ്റെത് അതേപോലെ തന്നെ കേട്ടോ കിട്ടുക. അതിങ്ങനെ കട്ടിയായി കിട്ടുമൊന്നുമില്ല. അതൊരു ക്രീമി പരുവത്തിലാട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 മണിക്കൂർ വെച്ചതിന് ശേഷം ആട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ചെറുതാക്കി അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ആ ക്രീമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നല്ല ടേസ്റ്റാട്ടോ ഈ പുഡിങ്ങിന്. ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കഴിച്ച് തന്നെ അറിയണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു റെസിപ്പിയല്ലേ. നമ്മൾ ഇളനീരൊക്കെ നമ്മളെ വീട്ടിലുണ്ടാവുന്നതല്ല. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ.